ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട്, വെൺമണി, ആല എന്നീ പഞ്ചായത്തുകളിലായി 60 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മാമ്പ്രപ്പാടം. അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് ദിവസം മുഴുവൻ ഈ പാടത്ത് പണിയെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൂട്ടം കർഷകർ. പല തവണകളിലായി അതിരൂക്ഷമായ പ്രളയം തങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞതിൽ ദുഃഖിച്ചിരിക്കാതെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് അതിജീവന പാതയിലാണ് ഇവിടുത്തെ കർഷക കൂട്ടായ്മ. അവരുടെ അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും സഹനത്തിൻ്റെയും കഥകളാണ് ഈ കാർഷിക മേഖലയ്ക്ക് പറയാനുള്ളത്. വർഷത്തിൽ കന്നിമാസത്തിൽ കൃഷി ഇറക്കി 120 ദിവസം കൊണ്ട് നെല്ല് കൊയ്തെടുത്ത പാടത്ത് പിന്നീട് പച്ചക്കറി കൃഷി ചെയ്യുകയാണ് പതിവ്. മധ്യ തിരുവിതാംകൂറിലെ കാർഷിക സംസ്കൃതിയുമായി ഏറെ സാമ്യമുള്ള പാടശേഖരങ്ങളിൽ ഒന്നാണ് മാമ്പ്രപ്പാടം. ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് വെള്ളരിയാണ്. ദൂരദിക്കുകളിൽ നിന്ന് പോലും മാമ്പ്രപ്പാടത്തിലെ വെള്ളരിക്കായി ആവശ്യക്കാർ ധാരാളം എത്താറുണ്ട്. മാമ്പ്ര കലവറത്തോട്ടത്തിലെ ബിജു എന്ന കർഷകൻ ഈ സീസണിൽ തൻ്റെ 80 സെന്റ് സ്ഥലത്ത് മാത്രമായി വെള്ളരി കൃഷി ചെയ്ത് വിളവെടുക്കുകയാണ്. കൂടാതെ പാട്ടത്തിനെടുത്ത വസ്തുവിൽ പടവലവും പാവലും മത്തനും പയറും വിളവെടുക്കാൻ പാകത്തിൽ നിൽക്കുന്നുണ്ട്. ബിജുവിനെ സഹായിക്കാനായി മക്കളായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ആതിരയും 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആരതിയും അച്ഛനോടൊപ്പം കൂടിയിട്ടുണ്ട്. വളരെ സന്തോഷത്തിലാണ് ഇരുവരും. പഠനത്തോടൊപ്പം കൃഷി പരിപാലനത്തിലും അച്ഛന് കൂട്ടായി ഇവർ സമയം കണ്ടെത്താറുണ്ട്. അധ്വാനശീലരും നിസ്വാർത്ഥരുമായ ഒരു കൂട്ടം കർഷകരുടെ ഏക മനസ്സോടെയുള്ള പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്ന് ഈ പാടശേഖരം സമ്മിശ്ര കൃഷിയിൽ ജില്ലയിൽ തന്നെ ഒന്നാമതായി നിൽക്കുന്നത്. ഈ പാടത്തിലെ കർഷകർ ഭൂവുടമകളല്ല, പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവരാണ് ഏറെയും. ഏറ്റവും വലിയ പ്രത്യേകത കർഷകരിൽ ഭൂരിഭാഗവും വീട്ടമ്മമാരാണ് എന്നതാണ്. ഞാനും അമ്മയും കൂടെ കൃഷിയെല്ലാം ചെയ്യുന്നത്. പിന്നെ മക്കൾ വന്ന് വെള്ളം ഒഴിക്കുകയും എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ വളം മേടിച്ചുകൊണ്ട് വരികയും പിന്നെ ചില്ലറ പണികളൊക്കെ അമ്മ പണിയില്ലാത്തപ്പോൾ എല്ലാം വന്ന് സഹായിച്ചു തരികയൊക്കെ ചെയ്യും. ബാക്കിയുള്ള പണിയെല്ലാം ഞാനും അമ്മയും കൂടെ ചെയ്യുന്നത്. 10 വർഷം കൊണ്ട് ഇപ്പം സ്വന്തമായിട്ട് ഞാൻ ചെയ്യും. അപ്പം അതിന് മുമ്പ് എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഞാനിവിടെ ചെയ്യുന്നത്. മരിച്ചു പോയപ്പോൾ പിന്നെ അമ്മ എൻ്റെ കൂടെ നിന്ന് അമ്മയെ ഞാനിവിടെ ചെയ്യുന്നത്. ഞങ്ങൾ പിന്നെ നഷ്ടവും ലാഭവും ഒന്നും നോക്കുന്നില്ല. പിന്നെ എല്ലാവരും ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു. നമുക്കൊരു എന്തായാലും ഇതിനു വേണ്ടി ചെയ്യുമല്ലേ, എന്തായാലും ഒന്നും എന്തായാലും കിട്ടാതിരിക്കത്തില്ല. കൂടാതെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്നുള്ള കുടുംബ കൃഷിയാണ് ഇവിടെ ചെയ്തു പോരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അധ്വാനത്തിന്റെ വരുമാനം വീട്ടിലെ പെൺകുട്ടികൾക്ക് സ്വർണം വാങ്ങാനോ ഗൃഹോപകരണങ്ങൾ വാങ്ങാനോ ഉപയോഗിക്കുന്നു. എല്ലാവിധ പച്ചക്കറികളും ഈ പാടത്ത് കൃഷി ചെയ്ത് വിളവെടുക്കുന്നുണ്ട്. വെള്ളരി കഴിഞ്ഞാൽ നല്ല വിളവ് തരുന്ന പടവല കൃഷിയാണ് കർഷകർ കൂടുതൽ താല്പര്യത്തോടെ ഏർപ്പെട്ടിരിക്കുന്ന കൃഷി. നീളമുള്ള പടവലവും ബേബി പടവലവുമാണ് ഇവിടെ ധാരാളമായി കാണാൻ കഴിയുന്നത്. മാമ്പ്രയിലെ സ്ഥിരം കർഷകരായ രവികുമാറും കുസുമകുമാരിയും പാട്ടത്തിനെടുത്ത 1 ഏക്കർ പാടത്ത് ഇപ്പോൾ പടവലത്തിന്റെ വിളവെടുപ്പിലാണ്.
18 വയസ്സ് മുതൽ ഈ പാടത്ത് കൃഷിയിൽ ഇറങ്ങിയതാണ് രവികുമാർ. അന്ന് മുതലുള്ള തൻ്റെ ഏക വരുമാന മാർഗവും കൃഷി തന്നെയാണ്. വിവാഹത്തിന് ശേഷം ഭാര്യ കുസുമകുമാരിയും രവികുമാറിനോടൊപ്പം കൃഷിയിൽ കൂടി. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആകുലതകളും വേദനകളും മണ്ണിൽ നിക്ഷേപിച്ചാണ് ഇവിടെ ഓരോ കർഷകനും അധ്വാനിക്കുന്നത്. 50 വർഷമായി പച്ചക്കറി കൃഷി മാത്രം ചെയ്ത് അത് വിളവെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കർഷകയാണ് ലീലാമ്മ. ഭർത്താവിൻ്റെ മരണശേഷവും ഈ മേഖലയിൽ തന്നെ ചുവടുറപ്പിച്ചിരിക്കുകയാണ് ഈ കർഷക. ചെറിയനാട് ഭാഗത്തുനിന്നും പിന്നെ ബെന്മണി ഭാഗത്തേക്ക് ഞാൻ കൃഷി ചെയ്യുന്നു. പിന്നെ വെള്ളരി, പാവല്, പടവലം, പയറ്, മത്ത, തണ്ണിമത്തൻ, ചീര ഇട്ടിട്ട് ചീര കിളിച്ചില്ല, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ തനിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ കൂലിക്കാരെ നിർത്തി പന്തലടിച്ചിലും കരകളിലും തടവെടുപ്പും എല്ലാം. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. ഞാൻ 1974 വന്നതാണ്. അന്ന് തൊട്ട് ഇന്നോട്ട് എന്നെ പഠിപ്പിച്ച് ഞാൻ ചെയ്യുന്നു നെൽകൃഷിയും. പിന്നെ എൻ്റെ വീട് പിന്നെ അരിപ്പാടാണ്ട് ഞങ്ങൾക്ക് ഒത്തിരി നിലങ്ങളൊക്കെ ഉള്ളതാണ്. അങ്ങനെ ചെയ്ത് ശീലിച്ചു. പച്ചക്കൃഷിയല്ല, നെൽകൃഷി ഞങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള നിലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ വന്ന് ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങ് ജീവിച്ചു പോകുന്നു. ചെറിയനാട് പഞ്ചായത്തിലെ 7 ക്ലസ്റ്ററും വെൺമണി പഞ്ചായത്തിലെ 8 ക്ലസ്റ്ററും ആലാ പഞ്ചായത്തിലെ 2 ക്ലസ്റ്ററും അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ കൃഷി രീതികൾ. അതിനാൽ കൃഷി വകുപ്പിൻ്റെ എല്ലാ സഹായങ്ങളും ഈ കർഷകർക്ക് നേരിട്ട് ലഭിക്കുന്നുണ്ട്. വെൺമണിയിൽ ഏകദേശം പച്ചക്കറി ക്ലസ്റ്റർ എന്ന് പറയുന്ന 7ഓളം പച്ചക്കറി ക്ലസ്റ്ററുകളിൽ 3 പച്ചക്കറി ക്ലസ്റ്ററുകളും നമ്മുടെ മാമ്പ്രപ്പാടത്താണ് സ്ഥിതി ചെയ്യുന്നത്. മാമ്പ്രപ്പാടത്ത് ഏകദേശം 100ഓളം ഏക്കറിലാണ് ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെ കർഷകരുടെ ഏറ്റവും വലിയൊരു വരുമാന മാർഗം, നെല്ലിനെ പോലെ തന്നെ ഏറ്റവും വലിയൊരു വരുമാന മാർഗം കൂടിയാണ് പച്ചക്കറി കൃഷി. ഇവർ പ്രധാനമായും ഈ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ വെൺമണിയിലുള്ള വിപണികളിലും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലേക്കും കയറ്റി അയക്കാറുണ്ട്. ഇപ്പം നിലവിലിവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർക്ക് നമ്മുടെ കൃഷി വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് മുഖേനയും പഞ്ചായത്ത് മുഖേനയും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പഞ്ചായത്ത് മുഖേന കൊടുക്കുന്ന ആനുകൂല്യങ്ങളാണ് നമ്മൾ കർഷകർക്കുള്ള പച്ചക്കറി വിത്ത്, അതുപോലെ തന്നെ ജൈവവളത്തിൻ്റെ കിറ്റ് നൽകുന്നുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വഴി നമ്മൾ സബ്സിഡി, കൂലിച്ചെലവ് സബ്സിഡിയും നൽകുന്നുണ്ട്. മാമ്പ്രയിലെ വിജയമ്മ എന്ന വീട്ടമ്മ ഗ്രാമശ്രീ ക്ലസ്റ്ററിൻ്റെ കൺവീനർ കൂടിയാണ്. സ്വന്തമായുള്ള 1 ഏക്കർ വസ്തുവിൽ മുഴുവൻ സമയവും കൃഷി പരിപാലനത്തിലാണ് ഈ വീട്ടമ്മ. നേരം പുലരുമ്പോൾ തന്നെ പ്രവാസിയായ ഭർത്താവുമൊത്ത് പാടത്തിറങ്ങുന്ന ഇവർ മുഴുവൻ സമയവും കൃഷിക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ പ്രാവശ്യം കുറച്ചു പേര് കൃഷി ചെയ്തിട്ടില്ല. അതായത് നമ്മൾ കാലാവസ്ഥയുടെ വ്യത്യാസവും ചൂട്, പിന്നെ താമസിച്ചു പോയി, നമ്മൾ കൃഷി ചെയ്യാനായിട്ട് താമസിച്ചും പോയി, കൊയ്ത്ത് നമുക്ക് താമസിച്ചത് കൊണ്ട് നമുക്ക് ഇപ്പം കൃഷി ചെയ്യാനായിട്ട് താമസിച്ചു. തന്നെയല്ല, ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്, പിന്നെ കൂലിച്ചെലവുകളൊക്കെ കൂടി കർഷകർ ഇപ്പം കൃഷി ചെയ്യാനായിട്ട് അങ്ങോട്ട് കുറെ പേരൊക്കെ പുറകോട്ട് പോയി നിൽക്കുകയാണ്. എങ്കിലും നമ്മൾ ഒരുമാതിരി എല്ലാ കർഷകരും കൃഷി ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. ഇവിടെ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെള്ളരി, മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് വെള്ളരി, തടിയന്, മത്ത, പടവലം, പയറ്, ലോക്കി, തണ്ണിമത്ത, ചീര, പിന്നെ കുക്കുംബർ. ഇപ്രാവശ്യം നമ്മൾ എല്ലാവരും കുക്കുംബർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിലൊരു കൃഷി ചെയ്തു വരുന്ന മാമ്പ്രപ്പാടമാണ്. പിന്നെ അടുത്ത ഇനി ഞങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിലയാണ്. നമ്മളൊരു 2 ആഴ്ച മുമ്പ് വരെയാണെങ്കിൽ നല്ല വില ഉണ്ടായിരുന്നു പച്ചക്കറിക്ക്. പക്ഷെ ഇപ്പൊ കേൾക്കുന്നു വില ഇടിവ് വരുവാണെന്ന് പറയുന്നു. വെള്ളരിക്കൊക്കെ വില കുറവാണ്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വെള്ളരി വരാൻ തുടങ്ങി. ഇപ്പം വളത്തിനും ഒക്കെ ഭയങ്കര വിലയാണ്. പിന്നെ കൂടുതലും നമ്മൾ ജൈവ കൃഷി രീതിയിലോട്ടാണ്. ഇപ്പൊ ചാണകമൊക്കെ നമ്മൾ 1 ലോഡ് ചാണകം ഇറക്കിയത് 2000 രൂപ കൊടുത്തത്. അപ്പൊ 2 ലോഡ് ചാണകം ആകുമ്പോൾ തന്നെ നമുക്ക് 4000 രൂപയിൽ കൂടുതൽ അതിന് ചെലവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കൂലിച്ചെലവ്. ഇപ്പൊ നമ്മള് ഇത് തടം ഒരുക്കാനായിട്ട് നമ്മൾ ആൾക്കാരെ നിർത്തിയാണ് തടം ഒരുക്കുകയൊക്കെ ചെയ്യുന്നത്. പന്തലിടുന്നതും ആൾക്കാരെ നിർത്തിയാണ്. അപ്പൊ അതിനൊക്കെ ഇപ്പൊ കൂലിച്ചെലവ് കൂടുതലായതുകൊണ്ടും
ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ പ്രകൃതി നമുക്ക് അനുകൂലമായെങ്കിൽ മാത്രമേ കർഷകർക്ക് പ്രയോജനമാകത്തുള്ളൂ. പ്രകൃതി അനുകൂലമാകാൻ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അല്ല നമ്മൾ ചെയ്യാതിരിക്കുന്നില്ല ആരും. ഇപ്പം പ്രകൃതിയും കൂടെ നല്ല രീതിയിലോട്ട് ഞങ്ങളെ കനിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ജലദൗർലഭ്യമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം. കനാൽ വഴിയുള്ള ജലസേചനമായിരുന്നു മുൻകാലങ്ങളിൽ നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ കനാൽ വരണ്ട് കിടക്കുകയാണ്. അതുവഴിയുള്ള ജലലഭ്യതയും ഇല്ലാതായിരിക്കുന്നു. കർഷകർ അവരുടെ കൃഷിസ്ഥലത്ത് കുളങ്ങൾ കുഴിച്ച് പമ്പ് സെറ്റ് സ്ഥാപിച്ചാണ് ജലസേചനം ഇപ്പോൾ നടത്തുന്നത്. വാൽക്കുളങ്ങളിൽ നിന്നും കുടങ്ങളിൽ ജലം സംഭരിച്ച് ജലസേചനം നടത്തുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. മുപ്പത് വർഷമായി മാമ്പ്രപ്പാടത്ത് കൃഷി ചെയ്യുന്ന മുതിർന്ന ഒരു കർഷകനാണ് മഹേഷ്. കുടുംബവുമൊത്താണ് കൃഷി ചെയ്യുന്നത്. സ്വന്തമായുള്ള ഭൂമിയിലും പാട്ടത്തിനെടുത്ത ഭൂമിയിലുമെല്ലാം വിവിധ പച്ചക്കറി ഇനങ്ങളും കൃഷി ചെയ്ത് വിളവെടുക്കുന്നുണ്ട്. 30 വർഷം കൊണ്ട് ഈ ജോലി ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ ഉപജീവന മാർഗം ഈ കാർഷിക വിളയിൽ നിന്നും കിട്ടുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇപ്പോഴത്തെ ചൂടനുസരിച്ച് നമ്മുടെ ഈ വിളവുകൾക്കെല്ലാം വളരെ പരിമിതമായ വെള്ളവും കാര്യങ്ങളും ഇല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. അതുപോലെ ഈ ചൂടത്ത് വിളവുകളും കുറവാണ്. നമ്മൾക്ക് ജോലി ചെയ്യാൻ സാമ്പത്തികമായി മറ്റുള്ള വരുമാന മാർഗമൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ പുറത്തുനിന്ന് കാശെടുത്ത് ഞങ്ങൾ ഈ ജോലി മുമ്പോട്ട് നടത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വിളവെടുത്തു കഴിഞ്ഞാൽ ഈ വിളവിൽ നിന്നും കിട്ടുന്ന നമ്മൾക്കൊരു വിഹിതം, ആ വിഹിതം അനുസരിച്ച് നമ്മൾ കടം മേടിച്ചെങ്കിലുമാണ് ഈ സംരംഭം മുൻപോട്ട് നോക്കുന്നത്. ഞങ്ങൾ കുറേ ആൾക്കാർ ഇത് കൃഷിയിൽ നിന്നും പുറമോട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം തൽക്കാലം 25 കർഷകർ ഈ മാമ്പ്രപ്പാടത്ത് ജോലി ചെയ്യുന്നുണ്ട്. 25 വർഷമായി മാമ്പ്രപ്പാടത്ത് എല്ലാവിധ കൃഷിയും ചെയ്ത് മുന്നോട്ട് പോകുന്ന മുതിർന്ന കർഷകനാണ് ബേബി സാർ എന്ന് നാട്ടുകാർ വിളിക്കുന്ന MC ബേബി. കൃഷിയോടൊപ്പം തന്നെ 10 വർഷക്കാലം പാരലൽ കോളേജിലെ ചരിത്രാധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. കുടുംബവുമായി കൃഷിയിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞപ്പോൾ അധ്യാപന വൃത്തി ഉപേക്ഷിക്കേണ്ടി വന്നു. ഇപ്പോൾ മാമ്പ്രപ്പാടത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന കർഷകൻ കൂടിയാണ് MC ബേബി. ഞാൻ ഏകദേശം 25 വർഷം കൊണ്ട് വിവിധ കൃഷികൾ ചെയ്യുന്നുണ്ട്. നെല്ല്, പച്ചക്കറി, മറ്റ് നാണ്യവിളകളെല്ലാം കൃഷി ചെയ്യുന്നതാണ്. എന്നാൽ ഈ പോയ വർഷങ്ങളിൽ നല്ല ലാഭം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം കൃഷിയിൽ നിന്ന് വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത്രയ്ക്ക് കഠിനമായ ചൂടാണ് അതിന് കാരണം. കൂടാതെ തന്നെ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഈ വർദ്ധിച്ച ചൂട് മൂലം ഞങ്ങൾക്ക് ജല ലഭ്യത വളരെ കുറവാണ്. ഞങ്ങൾക്ക് അടുത്തൂടെ ഒരു കനാല് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനം ഇപ്പോൾ ഇല്ല. അതൊന്ന് ശരിയാക്കി കിട്ടുന്നത് നന്നായിരിക്കുമെന്നാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്. മാമ്പ്രപ്പാടത്തെ കൃഷികൾ പൂർണ്ണമായും ജൈവ രീതിയിലാണ്. അതിനാൽ ആവശ്യക്കാർ ഏറെയുമാണ്. VFPCKയുടെ വിപണിയും സർക്കാരിൻ്റെ വിപണിയും ഇവിടെ നിന്നും പച്ചക്കറികൾ ധാരാളമായി സംഭരിക്കുന്നു. ഇത് കൂടാതെ മൊത്ത കച്ചവടക്കാരും സാധാരണ കച്ചവടക്കാരും നേരിട്ട് വന്ന് പച്ചക്കറി വാങ്ങാറുണ്ട്. സാധാരണ പച്ചക്കറികളെ അപേക്ഷിച്ച് ഈ പാടത്തിലെ പച്ചക്കറികൾക്ക് രുചിയും ഗുണവും ഏറെ ഉണ്ടെന്ന് ഇവിടുത്തെ ഗുണഭോക്താക്കൾ അഭിപ്രായപ്പെടുന്നു.
വരണ്ട് കിടക്കുന്ന മണ്ണിനെ വെള്ളവും വളവും നൽകി ധാന്യങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിച്ച് മനുഷ്യരാശിക്ക് അന്നം തരുന്ന അതിമഹത്തായ ദൗത്യമാണ് ഈ കർഷക സമൂഹം നമുക്കായി ചെയ്യുന്നത്. മാമ്പ്രപ്പാടത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. അതോടൊപ്പം അവരുടെ കൃഷിയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ, കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitvom@gmail.com.